പരീക്ഷയില്ലാതെ, ഫിസിക്കൽ ഇല്ലാതെ, ഇന്റർവ്യൂ ഇല്ലാതെ 40 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന 10ാം ക്ലാസ് അടിസ്ഥാനം മാത്രം യോഗ്യതയിൽ 10ാം ക്ലാസിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ജോലി ലഭിക്കുന്ന, അതും കേരളത്തിൽ ജോലി ലഭിക്കുന്ന ഒരു ജോലിന്റെ ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷന്റെ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ വർഷവും വിളിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യ പോസ്റ്റിന്റെ GDS നോട്ടിഫിക്കേഷൻ. ഇതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപേക്ഷ ഉടനടി തുടങ്ങാനിരിക്കുകയാണ്. അപേക്ഷ തുടങ്ങുമ്പോൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ലഭിക്കാനായിട്ട്, അതായത് അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യും, അപേക്ഷിക്കേണ്ട ലിങ്ക് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യും, കാര്യങ്ങളൊക്കെ ലഭിച്ച് നിങ്ങളെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൃത്യമായിട്ട് ഇതിന്റെ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനൽ ഇത് വന്ന ഉടനെ തന്നെ, നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിച്ച ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ചാനലിൽ നിങ്ങൾ അംഗമല്ലെങ്കിൽ അതിന്റെ ലിങ്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. ഇപ്പം BSFന്റെ ഒക്കെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, HCM ആൻഡ് SIന്റെ. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ കീഴിലാണ് ഇപ്പം GDS നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 20 ഓഗസ്റ്റ് 2026 ഈ നോട്ടിഫിക്കേഷൻ സർക്കുലേറ്റ് അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, അതുപോലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM, അതുപോലെ ടാക്സ് സേവക്, ഗ്രാമീൺ ടാക്സ് സേവക്കാണ്. ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപേക്ഷ തുടങ്ങിയിട്ടില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 30/8/2026 ഈ മാസം അവസാനമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവസാന തീയതി ഒരു മാസം നമുക്ക് തികച്ച് ലഭിക്കുന്നില്ല. 19/9/2026 വരെ എന്ത് ചെയ്യും, നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് കേട്ടോ. അപേക്ഷ തുടങ്ങുന്നില്ല, വൺ ടൈം രജിസ്ട്രേഷൻ ആണ് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ടൈം രജിസ്ട്രേഷൻ, നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം. അത് നമുക്ക് 30/8/2026 ചെയ്യാനായിട്ട് സാധിക്കും. 19/9/2026 വരെ അത് ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു മാസം തികച്ചില്ല അത് ചെയ്യാനായിട്ട്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിൽ കയറി അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഈ 31-ാം തീയതി അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ കയറി അപേക്ഷിക്കാൻ സാധിക്കില്ല. അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. 2/9/2026 മുതൽ 21/9/2026 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ, ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ, നിങ്ങൾ ആരും അപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല ഈ സമയം, അതുകൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് അപേക്ഷിക്കുക, അപേക്ഷയിൽ തെറ്റ് വരുത്താതിരിക്കുക. അപ്പോൾ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് ഇൻ കേസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ 23/9/2026 മുതൽ 24/9/2026 വരെ നമുക്കത് തിരുത്താനുള്ള സമയം കൂടി പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ജോലി സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് എന്തൊക്കെ ജോലികൾ വരും, സെയിൽസ് ഓഫ് സ്റ്റാമ്പ്, സ്റ്റേഷനറീസ്, കാര്യങ്ങൾ ഓരോന്ന് കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ BPMനെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികൾ വരുന്നുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാക്സ് സേവക്കിന്, ഗ്രാമീൺ ടാക്സ് സേവക്കിന് എന്തൊക്കെയാണ് ജോലി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ, മെയിൽ ഡെലിവറി ചെയ്യുക, അതുപോലെ തന്നെ സോർട്ടിംഗ് ഓഫ് ഓഫീസ് മെയിൽ, അതുപോലെ ഓരോ ജോലികൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തു. സെയിൽസ് ഓഫ് സ്റ്റാമ്പ് ആൻഡ് സ്റ്റേഷനറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ജോലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കാം. ഇനി ശമ്പളത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. BPM ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിൽ നമുക്ക് സാലറി വരുന്ന 12,000 മുതൽ ഏകദേശം 29,380 രൂപ വരെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. തുടക്കത്തിൽ നമുക്ക് 12,000 രൂപ മാത്രമേ ശമ്പളം ഉണ്ടാകത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ABPM, അതുപോലെ ടാക്സ് സേവക്, എല്ലാത്തിനും 10ാം ക്ലാസ് ആണ് കേട്ടോ യോഗ്യത എന്ന് പറയുന്നത്, 10th മാത്രമാണ് യോഗ്യത. അപ്പോൾ ABPM അതുപോലെ ടാക്സ് സേവക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട്, അപേക്ഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്ന സമയത്ത് എന്താണ് 10,000 രൂപ മുതൽ 24,740 രൂപ വരെയൊക്കെയാണ് ശമ്പളം പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് വിജയിച്ചിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്സ് ഇംഗ്ലീഷോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, 10ാം ക്ലാസ് പാസ്സാവണം. അതുപോലെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ആപ്ലിക്കൻ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദി ലോക്കൽ ലാംഗ്വേജ് കൂടി പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ലോക്കൽ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് അപ് ടു 10th ക്ലാസ് വരെ, 10th വരെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കേരളത്തിൽ അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് 10ാം ക്ലാസ് വരെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്ത് പഠിച്ചിട്ടുണ്ടാവണം. 10ാം ക്ലാസ് ഇല്ല, അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തിയവർക്ക് മാത്രമേ നമ്മുടെ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. മാഹിയിലുള്ളവർക്ക് അപേക്ഷിക്കാം, ലക്ഷദ്വീപിലുള്ളവർക്ക് അപേക്ഷിക്കാം, കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം. ഇതിന് പുറമെ നോർത്തേൺ സൈഡിലുള്ള ആർക്കും അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡൊമിസൈൽ, അത് കേരളത്തിലേക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിരവധി പോസ്റ്റ് ഓഫീസുകളിലേക്കായിരിക്കും അപേക്ഷ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എന്ത് ചെയ്യാം,
എല്ലാ പോസ്റ്റിനും വേണ്ടിക്ക് പ്രിഫറൻസ് കൊടുത്ത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 1, 2, 3, 4 ലിസ്റ്റുകളൊക്കെ വരാറുണ്ട്. നോർമലി അത്രയും ലിസ്റ്റുകൾ വരാറായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് വരുന്നത്. കാരണം ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആരും ഇപ്പം കളയുന്നില്ല, കയറി പോകുന്നുണ്ട്. ജോലി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എക്സാം ഒക്കെ ഇല്ലാതെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ സാലറി കുറവാണെന്ന് കരുതിയിട്ട് പോകാതിരിക്കുന്നതിനേക്കാളും നല്ലത് പിന്നീട് നമുക്ക് പ്രൊമോഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ എഴുതി കയറാൻ പറ്റുന്ന അവസരങ്ങൾ വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും ക്യാൻസൽ ചെയ്യേണ്ട. കഴിഞ്ഞ തവണ വലിയ അത്ര ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ തവണ എനിക്ക് തോന്നുന്നു 5 or 6 ലിസ്റ്റുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതിൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അപ്പോൾ അതായത് ആദ്യം ലിസ്റ്റ് വരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് അപേക്ഷിച്ചു, പരീക്ഷയില്ല, ഫിസിക്കൽ ഇല്ല, ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം ഒരു ലിസ്റ്റ് റിലീസ് ചെയ്യുന്നവർ ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ തൊട്ടിപ്പുറം ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ 1/1/2027 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് മുൻപ് നിങ്ങളുടെ SSLC ബുക്ക് രേഖകളൊക്കെ എടുത്തിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അതിൽ തന്നെ പറയും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും. ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടി. ആ ഡേറ്റിന് മുമ്പ് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ആ വേക്കൻസി എന്ത് ചെയ്യും, മാറ്റി നിർത്തും. അങ്ങനെ കുറേ പേര് പോകാതിരിക്കും. ഇപ്പം ഒരു 10 വേക്കൻസി, 10 20,000 കൂടുതൽ വേക്കൻസി എന്തായാലും ഇതിന് വരുത്തുണ്ട്. 30,000 അടുത്തൊക്കെ മാക്സിമം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം 10 വേക്കൻസി ഉണ്ടെങ്കിൽ അതിലെന്താണ് ഒരു 5 പേരെങ്കിലും, അല്ല നേരി പകുതി, അല്ല 3 പേരെങ്കിലും ഇങ്ങനെ ചെയ്യും. അതായത് ഒരു 1000 വേക്കൻസിൻ്റെ 300 പേര് ചിലപ്പം പോകത്തില്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകത്തില്ല. കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഒരു ഏകദേശം പറയുന്നത്. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ നടന്നത്. 300-500 പേരൊന്നും പോകാതിരിക്കും. അപ്പോൾ സെക്കൻഡ് ലിസ്റ്റ് വരും, രണ്ടാമത്തെ ലിസ്റ്റ് വരും. അതിലും താഴെ മാർക്കുള്ളവർക്കുള്ള ലിസ്റ്റ് രണ്ടാമത് വരും. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെടുക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണയ്ക്ക് ഈ ലിസ്റ്റ് വരുന്നതിൻ്റെ എണ്ണത്തിൽ കുറവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതർ ക്വാളിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കാൻ നിർബന്ധമില്ല, ജസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് അറിഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നോളജ് ഓഫ് സൈക്കിൾ ഓടിക്കാൻ അറിയാം. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പഠിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ലിവ്ലിഹുഡ് എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സാലറി 10K ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു എക്സ്പെൻസ്, അതായത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കുടുംബ സാഹചര്യം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മിനിമം ഈ ഒരു വേജസിൽ നമുക്ക് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 10K ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ കാലത്ത് പറ്റും. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അത് മതി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അത് നമ്മുടെ ശ്രദ്ധയിൽ വെക്കണം. അങ്ങനെയുള്ളൊരു ക്വാളിഫിക്കേഷൻ അപേക്ഷിക്കാൻ 10ാം ക്ലാസ് മാത്രം മതി കേട്ടോ. ഈ പറയുന്ന യോഗ്യതകളൊന്നും അപേക്ഷിക്കുമ്പോൾ ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. അപേക്ഷിക്കാൻ 10ാം ക്ലാസ് മാത്രം വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ 10th ഗ്രേഡിലാണല്ലോ ഇതിൻ്റെ വരുന്നത്. A+ കിട്ടി കഴിഞ്ഞാൽ 10.9.5 ഇവിടെ നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ് ഒക്കെ കൊടുത്തത് കാണാൻ സാധിക്കും എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ, അതായത് അപേക്ഷ തുടങ്ങുമ്പോൾ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അപേക്ഷിക്കേണ്ട യോഗ്യത കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 10ാം ക്ലാസ് 18 to 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിൻ്റെയും അതുപോലെ ഏജ് ഒക്കെ ഫാക്ടർ ആകുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഏജ് ഉള്ളവരൊക്കെ സെലക്ട് ചെയ്യുന്നതായിട്ട് ഇടയ്ക്ക് കാണാറുണ്ട്. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫീസിലേക്ക് കിടക്കുകയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടുതൽ ഏജ് മാത്രം പോരാ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഒരു ഫാക്ടർ തന്നെയാണ്. വിവിധ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. മെയിൻലി 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 10th മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും 100 രൂപ അടക്കണം. അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ആയിട്ട് ഫീമെയിൽസ് അതുപോലെ SC ST ഒന്നും ഫീസ് വരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവർ ഫീസ് അടക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് കേരള, ലക്ഷദ്വീപ്, മാഹിക്ക് മലയാളം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മലയാളം പഠിച്ചിരിക്കണം. 10ാം ക്ലാസ്സിൽ നിർബന്ധമായിട്ടും മലയാളം പഠിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരാനായിട്ട് പോകുന്നത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. അത് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ വരുന്ന അപ്ഡേറ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി. അതിന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ വാട്സപ്പ് ചാനലും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്.